Smoking is injurious to health. It causes cancer. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. അത് ക്യാൻസർ ഉണ്ടാക്കുന്നു. ഓഫ്, ജ്യൂസ് വേണ്ട, ഞാൻ പിന്നെ കുടിച്ചോളാം. ഓഹോ, നിനക്കിതല്ലാതെ വേറെ ഒന്നും അറിയില്ലേ? ഓഹോ, നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരിക്കൽ മാത്രമല്ലേ ലീവുള്ളൂ? അപ്പോഴും ഈ ലാപ്ടോപ്പിൽ കുത്തിക്കൊണ്ടിരുന്ന എന്ത് ചെയ്യാനാ? മറ്റുള്ള ദിവസങ്ങളിലെല്ലാം ബിസിയല്ലേ? ഒരു ദിവസമെങ്കിലും സന്തോഷമായിട്ടിരിക്കണ്ടേ? നമുക്ക് നിറയെ സമയമുണ്ട്. എനിക്കൊരു മെയിൽ അയക്കണം. പറ്റില്ല. നിങ്ങൾ തീർച്ചയായും എനർജി ടാബ്ലറ്റ് കഴിച്ചേ പറ്റൂ. ഇനി എനിക്ക് ക്ഷമിക്കാനൊന്നും പറ്റില്ല. അത് ശരി, ഞാൻ എനർജി ടാബ്ലറ്റ് കഴിക്കണോ അല്ലേ? കൊള്ളാമല്ലോ. ഉള്ളതാണോടി? ഞാൻ കഴിക്കണോടി? എന്തായി കാണിക്കുന്നേ? വിടൂന്നേ, വിട്. പറ, ഞാൻ കഴിക്കണോ? പറ. കയ്യില് സിഗരറ്റ് ഇരിക്കുന്ന കണ്ടില്ലേ? ഐ ലവ് യു സ്മൈൽ ബേബി. നീ എപ്പോഴും ചിരിച്ച മുഖത്തോടെ ഉണ്ടായിരിക്കണം. നാട്ടിൽ പല സ്ഥലങ്ങളിലും ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥാ പ്രവചനം അനുസരിച്ച് ഇനിയും 3 ഡിഗ്രി ചൂട് കൂടാനുള്ള സാധ്യതയാണ് കൂടുതൽ. താനിയ, അതുകൊണ്ട് ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ മറന്നുപോയി. 4 മണി വരെ എന്റെ ഒരു സ്കൂൾമേറ്റ് അടുത്ത ആഴ്ച ഇവിടേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ചിലപ്പോ 2 ദിവസം ഇവിടെ താമസിക്കും. ഇപ്പൊ ഹൈദരാബാദിൽ പോയിരിക്കുക. അവന് ഈ സിറ്റി ശരിക്കും പരിചയമില്ല. അപ്പൊ ഞാൻ ആലോചിച്ചു, അവൻ നമ്മുടെ വീട്ടിൽ തന്നെ താമസിക്കട്ടെ. നിനക്കിഷ്ടമല്ലെങ്കിൽ പറ, ഞാൻ അവന് വേറെ എവിടെയെങ്കിലും റൂം അറേഞ്ച് ചെയ്ത് കൊടുക്കാം. നോ, വി ക്യാൻ മാനേജ്. കുറച്ച് നാളത്തേക്കല്ലേ? അദ്ദേഹത്തിനോട് ഇങ്ങോട്ട് വരാൻ പറ. സോ നൈസ്. ഐ ലവ് യു സോ മച്ച്. ഐ ലവ് യു ടു. അതിരിക്കട്ടെ, അവന് നമ്മുടെ ഗസ്റ്റ് റൂം കൊടുത്താ എന്താ? ഗസ്റ്റ് റൂം കൊടുത്തേക്ക്. നിങ്ങളുടെ വൈഫ് വരാൻ ഇനിയും ഒത്തിരി സമയമെടുക്കുന്നു തോന്നുന്നു. അതെ,
പക്ഷെ എന്താണെന്ന് അറിയില്ല. ഒരുപക്ഷെ അവള് മീറ്റിംഗിൽ വല്ല ബിസി ആയിരിക്കും. മേ ബി. എനിക്കിങ്ങനെ വെറുതെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ശരിക്കും ബോറടിക്കുന്നു. ഉം. ദാ വന്നല്ലോ. ഹായ്. വെൽക്കം. ഹായ്. ഞാൻ അമിത്. താനിയ. അതിരിക്കട്ടെ, ഇദ്ദേഹത്തിന് എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തോ? ഇല്ല. ആക്ച്വലി ഇന്ന് ഓഫീസിൽ കുറേ നേരം മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത്. പ്ലീസ് ഡോണ്ട് മൈൻഡ്. വെരി സോറി. പ്ലീസ് ദയവേത് നിങ്ങൾ ദിവസം ഇങ്ങനെ ലേറ്റായി വരാതെ നോക്കണം. ശരി, എനിക്കൊരു ചായ കിട്ടുമോ? ഷുവർ, ദാ ഇപ്പോൾ ഇട്ടോണ്ട് വരാം. നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കേ ഞാൻ പോയി ചായ ഇട്ടോണ്ട് വരാം. അവർക്ക് കുറച്ച് സമയം കൊടുക്കുക, എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നടന്നോളും. എനിക്ക് നന്നായിട്ട് വിശക്കുന്നു. ശരി, ഒന്ന് കാത്തിരിക്കുക, ഇപ്പൊ കൊണ്ടുവരാം. ഒരു 5 മിനിറ്റ്. ഇതുവരെ അവൻ ഉറങ്ങി കാണില്ല. ഇവിടെ എന്തെങ്കിലും ശബ്ദം കേട്ടാ അവൻ തെറ്റിദ്ധരിക്കും. സോ ഇതെല്ലായിടത്തും നടക്കുന്നതല്ലേ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഹൈപ്പർ ആവുന്നത്? പ്ലീസ്, ഐ ആം ഫീലിംഗ് അൺഈസി. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. മറ്റൊരു ദിവസം ചെയ്യാവുന്നേ. എന്താ ഇത്? ഇന്ന് എനിക്ക് നല്ല മൂഡായിരുന്നു. പ്ലീസ്. ഏയ്, നാളെ എനിക്ക് കുറെ ജോലിയുണ്ട്. രാവിലെ നേരത്തെ എഴുന്നേൽക്കണം. പ്ലീസ് എന്നെ ഒന്ന് ഉറങ്ങാൻ വിട്, ശല്യപ്പെടുത്താതെ. നിങ്ങൾക്ക് മൂടുള്ളപ്പോൾ മാത്രം വന്ന് കെട്ടിപ്പിടിക്കും. എനിക്കിത് അംഗീകരിക്കാൻ പറ്റില്ല. എനിക്കിത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. നീ കുട്ടികളെ പോലെ സംസാരിക്കല്ലേ. നമ്മൾ രണ്ടുപേരും ഒന്നിച്ചിരിക്കുകയാണെങ്കിൽ അവൻ ആവശ്യമില്ലാതെ ടെൻഷൻ ആവില്ലേ? സാഹചര്യം നിനക്ക് മനസ്സിലാവുന്നില്ലേ? അവൻ കല്യാണം പോലും കഴിച്ചിട്ടില്ല. ശരി, എന്നാ അങ്ങേരോട് ഒരു കല്യാണം കഴിക്കാൻ പറ. അവൻ കല്യാണം കഴിക്കില്ല. അവന്റെ ഫസ്റ്റ് ലോ അവന് മറക്കാൻ സാധിക്കില്ല. അപ്പോ ഫസ്റ്റ് ലവറിനെ തന്നെ കല്യാണം കഴിക്കാൻ പറ. അതൊരിക്കലും നടക്കില്ല. അവിടെ കല്യാണം കഴിഞ്ഞു. അവിടെ കുടുംബത്തിലുള്ളവര് അവളെ നിർബന്ധിച്ച് മറ്റൊരു കല്യാണം കഴിപ്പിച്ചു. അവക്കും വേറെ മാർഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവളും കല്യാണം കഴിച്ചു പോയി. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തിനെ നിങ്ങൾ വേണം കൺവിൻസ് ചെയ്യാൻ. ഇങ്ങനെ ജീവിതകാലം മുഴുവൻ ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റുമോ? പറഞ്ഞു നോക്കാം. അത് വിട്ടേക്ക്. ഇന്ന് നിങ്ങൾ ഓഫീസിലേക്ക് പോകുന്നില്ലേ? ഇന്ന് എന്നെ ഡ്രോപ്പ് ചെയ്യാൻ പറ്റില്ല അല്ലേ? ശരി, സാരമില്ല, ഞാൻ ക്യാബ് ബുക്ക് ചെയ്ത് പൊക്കോളാം. നീ ഇങ്ങോട്ട് നോക്കിയേ. ഞാൻ ഇന്ന് അവനെ മാർക്കറ്റ് ഏരിയ കൂട്ടിക്കൊണ്ട് പോവാ. അവിടെ എന്തോ ജോലി ഉണ്ടെന്ന്. എന്താ ഓക്കെ അല്ലേ? ശരി, ഞാനിപ്പോൾ ഓഫീസിൽ പോകാൻ താമസിക്കുമെന്നാണ് തോന്നുന്നത്. നിങ്ങൾ കഴിക്കാൻ എന്തെങ്കിലും ഓർഡർ ചെയ്തോ? ഓക്കെ, ശരി, വാ താഴേക്ക് പോവാം. വാ. നമ്മളിങ്ങനെ ഇവിടെ നിൽക്കുകയാണെങ്കിൽ അവൻ കണ്ട സങ്കടപ്പെടും. എന്തു പറ്റിയടോ? അതിനുള്ളിൽ വീട്ടിലേക്ക് പോകുന്നു? ആക്ച്വലി ഓഫീസിന്റെ കീ ഞാൻ മറന്നു വെച്ചു. അത് ശരി. ഞാൻ ഓൾറെഡി ലേറ്റ് ആയി, പെട്ടെന്ന് പോയി എടുത്തോണ്ട് വരാം. ആ ശരി, വേഗം ചെല്ല്.
എനിക്കിനി ഇതിൽ കൂടുതൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ വയ്യ. സത്യം പറഞ്ഞാൽ ഇത് വല്ലാത്ത കഷ്ടമാ. എനിക്ക് എന്നോട് തന്നെ ഒരുതരം വെറുപ്പും ദേഷ്യമൊക്കെ തോന്നുക. ദേ നോക്ക്, നീ എന്താ അവളെ ഡിവോഴ്സ് ചെയ്യാത്തത്? നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 5 വർഷമായില്ലേ? ഇങ്ങനെയൊക്കെ ആവുമെന്ന് അറിയാമായിരുന്നെങ്കിൽ ഞാൻ നിന്നെ അവളെ കല്യാണം കഴിക്കാൻ സമ്മതിക്കില്ലായിരുന്നു. ഇതാ നോക്ക്, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ വാക്ക് കേട്ട് അവളെ വിവാഹം കഴിച്ചു. ഇപ്പം നീ പറയുന്നത് കൊണ്ട് തീർച്ചയായിട്ടും അവളെ ഞാൻ ഡൈവേഴ്സ് ചെയ്യും. പക്ഷെ എന്തെങ്കിലും കാരണം വേണ്ടേ? അങ്ങനെ ഒരു കുറ്റവും ഞാൻ അവളെ കാണുന്നേ ഇല്ല. ശ്ശെ. ഇതാ നോക്ക്, സമയം വെറുതെ കളയരുത്. ഇതിനുവേണ്ടി എത്ര നാളായി കാത്തിരിക്കുക? എത്ര രാത്രികൾ ഉറങ്ങാതെ സങ്കടപ്പെട്ടിട്ടിരുന്നു. അവൻ കല്യാണം കഴിക്കില്ല. അവന്റെ ഫസ്റ്റ് ലവ് അവന് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതൊരിക്കലും നടക്കില്ല. അവക്ക് കല്യാണമായി. അവിടെ കുടുംബത്തിലുള്ളവര് അവളെ നിർബന്ധിച്ച് മറ്റൊരു കല്യാണം കഴിപ്പിച്ചു വിട്ടു. അവളും വേറെ മാർഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ കല്യാണത്തിന് സമ്മതിച്ചു. അല്ല, ഇന്നലെ രാത്രി മുഴുവൻ നിങ്ങൾ എവിടെയായിരുന്നു? അവൻ രാത്രി മുഴുവൻ നിങ്ങളെ കാണാതെ ടെൻഷനായിട്ട് ഉറങ്ങിയിട്ട് പോലുമില്ല. ഇത്രയും നേരം നീ എവിടെയായിരുന്നു? ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. നീ ഇന്ന് ഓഫീസിൽ പോയില്ലേ? ഞാൻ എൻ്റെ പഴയൊരു സുഹൃത്തിനെ കാണാൻ പോയിരിക്കുകയായിരുന്നു. എൻ്റെ എക്സ് ബോയ് ഫ്രണ്ട്. അവൻ ജാപ്പനീസ് ഡെലിക്കേറ്റിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നിരുന്നു. അവൻ അവിടെയാണ് സെറ്റിലായിരിക്കുന്നത്. അവൻ്റെ കമ്പനിയിൽ എനിക്ക് നല്ല ശമ്പളത്തിലൊരു ജോലി തരാമെന്ന് പറഞ്ഞു. അതില്ലാതെ അവൻ മറ്റൊരു ഓഫറും തന്നു. വേണമെങ്കിൽ ഒന്നിച്ച് ജീവിക്കാമെന്നും പറഞ്ഞു. പക്ഷേ ഞാൻ ആദ്യം വേണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ കുറേ ആലോചിച്ചതിന് ശേഷം ഞാൻ അതിന് സമ്മതിച്ചു. അവൻ താഴെ എനിക്ക് വേണ്ടി കാത്തിരിക്കുക. നീ എന്താ സംസാരിക്കുന്നതെന്ന് അറിയാവോ? നന്നായിട്ടറിയാം. വളരെ ആലോചിച്ചതിന് ശേഷം ഇങ്ങനൊരു തീരുമാനം എടുത്തത്. ഇതാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും വളരെ നല്ലതെന്ന് തോന്നുന്നു. അപ്പോയിൻമെന്റ് ലെറ്റർ കയ്യിൽ കിട്ടിയ ഉടനെ തന്നെ ഞാൻ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യും. അത് വരുന്നതുവരെ ഞാൻ ഇവിടെ താമസിക്കും. ഇപ്പോൾ ഞാൻ പോയി എൻ്റെ ലഗേജൊക്കെ പാക്ക് ചെയ്യാം. പിന്നൊരു കാര്യം, നമ്മളൊരു 6 മാസം ഒറ്റയ്ക്ക് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ഡിവോഴ്സിന് അപ്ലൈ ചെയ്യാം. നീ ഈ ചെയ്യുന്നത് ശരിയല്ല താനിയ. ബൈ ദ വേ, ഇന്നലെ രാവിലെ ഒരാവശ്യത്തിന് വീട്ടിലേക്ക് വന്നിരുന്നു. നിങ്ങളുടെ ബന്ധത്തിനെക്കുറിച്ച് നേരത്തെ പറയായിരുന്നു.
നമ്മൾ ഒരു വീട്ടിൽ ഒന്നിച്ച് താമസിച്ചിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് എന്നോട് ഒട്ടും സ്നേഹമില്ല. എനിക്കതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. ബട്ട് എനിവേ, ഇദ്ദേഹത്തെ നിങ്ങൾ നന്നായി നോക്കണം. ഓൾ ദി ബെസ്റ്റ്. ഞാൻ ഇറങ്ങുക. ഇതാ താക്കോൽ. ബ്യൂറോയുടെ താക്കോല് ബെഡിന്റെ അടിയിലിരിപ്പുണ്ട്. അപ്പൊ ശരി. ആ അമ്മേ, ഞാനിപ്പോ മെട്രോയിൽ കയറാൻ പോവാ. ഉടനെ വീട്ടിലെത്തും.